എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 3rd ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും പനോരമ കോട്ടേജിൽ തന്നെ കുറേ നമുക്ക് അട്രാക്ഷൻസ് ഉണ്ട്. അവിടെയൊക്കെ കറങ്ങാനാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അത്യാവശ്യം മഴയായിരുന്നു. അത് കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് തൊട്ടടുത്തുള്ള ഒരു ഫോൾസും ഒരു വാട്ടർഫോൾ പിന്നെ അതുപോലെ ഒരു അരുവി ഇതൊക്കെ കണ്ടിട്ട് അതിനുശേഷം നമ്മൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ പനോരമ കോട്ടേജിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ബാർബിക്യൂ സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ്. അപ്പോൾ നമ്മൾ മഴയായതുകൊണ്ട് നമ്മൾ അല്പം താമസിച്ചാണ് ഇറങ്ങിയത്. ഒരു 11 മണിയോടുകൂടി നമ്മൾ സ്പോട്ടിലേക്ക് എത്തി. ഈ വരുന്ന എല്ലാം നമ്മളെ ഗ്രൂപ്പാണ് കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഈ ട്രിപ്പിന് വന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇതൊരു മല മുകളിലാണ്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയാലാണ് നമ്മൾ ആ സ്പോട്ടിലെത്തുക. നല്ലൊരു പുൽപ്പരപ്പിൽ കൂടിയാണ് നമ്മൾ താഴേക്ക് പോകേണ്ടത്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ മുകളിൽ നിന്ന് കാണുമ്പോൾ. താഴെ നമുക്ക് ആ വെള്ളം പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു റൗണ്ടിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം. വലിയ പൊക്കത്തിനൊന്നുമില്ല, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഈ ഒരു റിവറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു റിവറിൽ ധാരാളം ആൾക്കാർ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ കയാക്കിങ്ങിന് വേണ്ടിയിട്ടും ധാരാളം ആൾക്കാർ വരുന്നൊരു റിവറാണ്. കാരണം ഇത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് നല്ല സേഫാണ്, നിരന്നൊഴുകുന്ന റിവറാണ്. അപ്പം നമ്മളവിടെ നിന്നപ്പോൾ തന്നെ നമ്മളുള്ളപ്പോൾ തന്നെ കുറേ പേര് കയാക്കിങ്ങിന് വേണ്ടിയിട്ടും റിവർ റാഫ്റ്റിങ്ങിനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ വിശദമായ വീഡിയോയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു രസമാണ് അവർ കയാക്കിങ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ വഴിയേ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങിട്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം അടുത്തെത്തി. ഈ കാണുന്ന ആ ഒരു ഇത് നല്ല വൈഡായിട്ടാണ് ആ വെള്ളം ഒഴുകുന്നത് കേട്ടോ. പിന്നെ സൈഡിലൊക്കെ കളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു, നല്ല കാറ്റും. അപ്പോഴേക്കും മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സൈഡിലിരുന്ന് നമുക്ക് വലിയ ആഴമൊന്നുമില്ല വെള്ളം, നമുക്ക് സേഫാണ് അവിടെ ഇരിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കളിക്കാൻ അത്യാവശ്യം സേഫായ സ്ഥലം തന്നെയാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നു, ആ ഒരു കാറ്റൊക്കെ കൊണ്ട് ആ ഒരു വെയിലത്തൊക്കെ ഇരുന്ന് ആ വെള്ളത്തിലൊക്കെ കുറച്ച് ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. അങ്ങനെ നമ്മൾ കുറേ സമയം വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാൻ കുട്ടികൾക്കാണ് ഭയങ്കര എൻജോയ്മെൻറ്റ്. അവർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണല്ലോ. അവർ കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ചു. അങ്ങനെ വലിയ കാണാനായിട്ട് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ഒന്നുമല്ല, പക്ഷേ നമുക്കൊരു ഒരു റിലാക്സിങ് ടൈമിന് നല്ലൊരു പ്ലേസ് ആയിരുന്നു അത്. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സൈഡ് കേട്ടോ, ആ ഒരു സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പിക്നിക് സ്പോട്ട് പോലെ ഒരു സ്പോട്ടൊക്കെ ഉണ്ട്. നമ്മൾ അവിടേക്കും പോകുന്നുണ്ട്. ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ ശരിക്കും ഒരു ട്രക്കിംഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ പനോരമ കോട്ടയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഹിൽ ടോപ്പാണ്. അവിടെ ശരിക്കും ഒരു ഓൾഡ് കാസിൽ റിമെയിൻസ് ഒക്കെ നമുക്ക് കാണാമായിരുന്നു. ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ സ്പോട്ടാണത്. നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുള്ള ഒരു സ്പോട്ടാണ്. പക്ഷെ മഴ കാരണം നമുക്ക് രാവിലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റുമെങ്കിൽ ഇന്ന് ഈവനിങ് നമ്മൾ പോകാനായിട്ട് ട്രൈ ചെയ്യണം, നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് ഈവനിങ് കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. മഴയില്ലെങ്കിൽ നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് എന്തായാലും ആ ട്രക്കിംഗ് ഒന്ന് കവർ ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ക്ലൈമറ്റ് ഓക്കെ അല്ലെങ്കിൽ എന്തായാലും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു മിസ്സായിരിക്കും. അത്ര നല്ലൊരു സ്പോട്ടായിരുന്നു അത്. പിന്നെ എല്ലാം ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എനിവേ നമുക്ക് നോക്കാം. ഇതുവഴിയാണ് നമ്മൾ ആ ഒരു മറ്റ് സൈഡിലേക്ക് പോകുന്നത്. ആ ഒരു പിക്നിക് സ്പോട്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിലേക്ക് പോകുന്നത്. ഈ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോയിട്ട് വേണം പോകാനായിട്ട്. നേരത്തെ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡിലും നിറയെ മരങ്ങളൊക്കെയാണ്. ഒരു വനത്തിനുള്ളിൽ കയറിയൊരു പ്രതീതിയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. ശരിക്കും ഒരു മൂകമായൊരു സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അവിടെയാണ് ഈ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാവരും വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് പോയി. അവിടെ ചെന്നപ്പം ഇതുപോലെ ബെഞ്ചുകളും ഒക്കെ ഇട്ട് രണ്ട് സൈഡിലും. പക്ഷേ അപ്പുറത്താണ് റിവർ ഒഴുകുന്നത്. ഈ സൈഡിലൊരു കനാലും ഉണ്ട്. ആ കനാൽ നല്ല ആഴമുള്ളൊരു കനാലാണ് ഈ സൈഡിലുള്ളത്. കുറച്ച് ഡേഞ്ചറാണ് കുട്ടികൾക്കൊക്കെ. കാരണം അപ്പുറത്തും ഇപ്പുറത്തും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് അവിടെ ഇരിക്കാമെന്നല്ലാണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ അത്ര സേഫായ സ്ഥലമല്ല. ഇപ്പുറത്ത് കനാലാണെങ്കിലും ഓപ്പൺ ആണ്, അപ്പുറത്ത് റിവറും ഓപ്പൺ ആണ്. അപ്പോൾ അത് കുറച്ച് ഡേഞ്ചറാണ് കുട്ടികൾക്കൊക്കെ. അങ്ങനെ കുറേ സമയം നമ്മൾ അതുവഴി നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ 2-3 ആൾക്കാർ അവിടെ വരുന്നത് കണ്ടത് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഈ കാണുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് റിവർ റാഫ്റ്റിങ്ങിനുള്ളൊരു പാഡാണത്. അതുവഴിയാണ് ഈ റാഫ്റ്റിംഗ് ചെയ്യുന്നവർ അവരുടെ ആ ഒരു ബോട്ട് പോലെ ആ ഒരു സംഭവം ഇറക്കി വിടുന്നത് വെള്ളത്തിലേക്ക്. ഇത് ആ സൈഡിലുള്ള കനാലിനകത്തുള്ള ഒരു ചെടിയാണ് കേട്ടോ. നമ്മുടെ അക്വേറിയത്തിലൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഒരു ചെടിയാണത്. അതിങ്ങനെ അതിനുള്ളിൽ ആ അടിയിലാണ് ഇതിങ്ങനെ വളർന്ന് കാട് പോലെ നിൽക്കണം. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അക്വേറിയം ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ചെടി
കിട്ടുകയാണെങ്കിൽ അക്വേറിയത്തിലൊക്കെ വെക്കാൻ നല്ലതാണ്. അപ്പോഴേക്കും നമ്മുടെ കയാക്കിങ്ങിനായിട്ടുള്ള ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ല ധൈര്യം വേണ്ട ഒരു പരിപാടിയാണ് ഈ കയാക്കിങ് കേട്ടോ. നമുക്ക് ചിന്തിക്കുമ്പോൾ പേടിയാവുന്നൊരു പരിപാടി തന്നെയാണ്. പക്ഷെ അവരൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വരുന്നവരാണ്. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എന്തായാലും അതിൻ്റെ ഫുൾ പ്രോസസ്സ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാൻ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് അവർ ആ വെള്ളത്തിലേക്ക് ഫസ്റ്റ് ചാടി ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു സൈഡ് ബോർഡ് വഴിയാണ് ഈ കയാക്കിംഗ് ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. ആ ഒരു 3 പേരും ഒരു ഫാമിലി ഉള്ളവരാണ് കേട്ടോ ആ 3 പേരും. അപ്പോൾ അവർ 3 പേരും ഇൻഡിവിജ്വലായിട്ടാണ് തന്നെ പോകുന്നത്. അപ്പം അവർ കരയിലിരുന്ന് തന്നെ ഫുള്ള് അവരുടെ ആ ബോട്ടും അതിനുള്ളിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആണ് അവർ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് കാണാം അതെങ്ങനെയാണ് അവർ ഇറങ്ങുന്നതെന്ന്. ഇദ്ദേഹമാണ് ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ. അപ്പോൾ ആ ഒരു ബോട്ടിനകത്ത് ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ചുറ്റും ഇവരുടെ ഡ്രസ്സ് അവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു ബെൽറ്റ് പോലത്തെ ഒരു സംഭവം, അതൊരു ലൈഫ് ജാക്കറ്റ് പോലെ ഒരു സംഭവമാണ്. ആ സംഭവത്തിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷൻ ആ ബോട്ടിൻ്റെ അറ്റത്തുകൂടി ഫുള്ള് കവർ ചെയ്യുന്നു. അത് വെള്ളം കയറാത്ത രീതിയിൽ സെക്യൂർ ആക്കുന്നു ആ ബോട്ടിനെ. അതാണ് ശരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ അവർ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളിത് ഷൂട്ട് ചെയ്തോട്ടെ എന്നാണ് നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചിരുന്നു. അവർ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ 6 പുള്ളികളോടുകൂടി ഫസ്റ്റ് ആൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത ആൾ. ആദ്യം പോയ ആൾ ആ ഒരു ഇവരുടെ വെയിൽ നിന്ന് മാറി ഈ മൂലയ്ക്ക് ഈ ഒരു കോർണറിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യും എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അടുത്ത ഓരോരുത്തരും പോകാം. കാരണം അവിടെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ഈ ബോട്ട് പോയി കുത്തുന്ന ആ ഒരു ഇതിന് മറ്റേ ബോട്ട് മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ കോർണറിലേക്ക് മാറി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവർ. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ നമുക്ക് ആൻസർ തരുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ ചീറപ്പൊക്കെ ചെയ്താണ് എല്ലാവരെയും വിട്ടത്. അങ്ങനെ ഗംഭീര അനുഭവമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയാക്കിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇനി നമ്മുടെ പനോരമ കോട്ടേജിലേക്ക് പോകാൻ നമ്മൾ ഇറങ്ങി. അപ്പോഴാണ് നമ്മളിത് അടുത്തൊരു ടീം കണ്ടത്. അവർ പോകുന്നത് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം അത് വലിയ ബോട്ടാണ്. അതിലൊരു 3-4 പേര് ഒന്നിച്ച് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതായിട്ടാണ് അവർ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളത് മിസ് ചെയ്ത്. കാരണം നമ്മളിനി തിരിച്ച് പോകുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് കയറി നമ്മൾ അവിടെ നിന്ന് ഇങ്ങ് വന്നു കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ പനോരമ കോട്ടേജിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയും ദിവസത്തെ വീഡിയോയിൽ എനിക്ക് പനോരമ കോട്ടേജ് നന്നായിട്ടൊന്ന് നിങ്ങളെ ശരിക്കും ഒരു സ്പോട്ട് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ദൂരേന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് മാത്രമേ ഇതാണ് ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മൾ താഴെ നിൽക്കുമ്പം ഈ കാണുന്നതാണ് പനോരമ കോട്ടേജ്. അത് ആ ഒരു മലയുടെ അടിവാരത്താണ് കറക്റ്റായിട്ട് ആ ഒരു കോട്ടേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓപ്പോസിറ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് ഇവിടുന്ന് മുകളിലേക്കാണ് പനോരമ കോട്ടേജ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉള്ള റൂട്ട് വഴിയാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് നമുക്ക് താഴെയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ശരിക്കും ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഹിൽ ടോപ്പ് എന്ന് തന്നെ പറയാം. ഇതിന് മുകളിലേക്ക് ഇനിയും ഒരു ഹൈക്ക് ചെയ്യാൻ പോകുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. അവിടെ സ്റ്റേ ഒന്നുമില്ല. അപ്പം ഇതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ പനോരമ കോട്ടേജിൽ പോയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ബാർബിക്യൂയിങ് ആണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് നല്ല റിലാക്സ് ആയിട്ട് നമ്മൾ പുറത്തിരുന്നിട്ട് നമ്മൾ വെളിയിൽ നമ്മൾ ഗാർഡനിൽ ഇരുന്നിട്ടാണ് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നത്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നല്ല വെയിലും ഒക്കെ ആയിട്ട് നല്ല ഇളം കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഈവനിങ് ആയാലും ഒരു ആഫ്റ്റർനൂൺ ടൈം, ഒരു 3 o'clock ടൈമാണ്. നന്നായി തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.